മുസ്ലിം സംഘടനകൾ എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ പാർലമെന്റിനകത്ത് പോരാടിയത് മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളാണോ? ഇതിനകത്ത് പോരാടിയത് ഇടതുപക്ഷ പാർട്ടികളാണ്. ഇടതുപക്ഷ ഇതര പാർട്ടികൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഇന്ത്യൻ പാർലമെന്റ് വേദിയിൽ ഏറ്റവും ശക്തമായി ലോക്സഭയിലും രാജ്യസഭയിലും, അത് രണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ടുപേരാണ്. രാജ്യസഭയിൽ ബ്രിട്ടാസും ലോക്സഭയിൽ രാധാകൃഷ്ണനും ആണ്. ഈ ജില്ലയുമായിട്ട് കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് രാധാകൃഷ്ണനുമാണ് ഏറ്റവും ശക്തമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചത്. മറ്റുള്ളവരും അവതരിപ്പിച്ചു. ചിലര് ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കുന്നതിൽ ആശയക്കുഴപ്പം ചിലർക്കുണ്ടായി. അപ്പോൾ എന്തായാലും ഇത് ഒരു മുസ്ലിം വിഷയമായിട്ടല്ല എടുക്കേണ്ടത്. വർഗീയവൽക്കരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന ഒരു ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. 700-ലധികം ആക്രമണം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുണ്ടായി. ഇപ്പോ ഒഡീസയിൽ ചുട്ടുവന്ന ഗ്രഹാൻ സ്റ്റെയിൻസിന്റെ 2 മക്കളും ആ ഹീനമായ കൂട്ടക്കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളിനെ ഇപ്പം ഒഡീഷയിലെ BJP ഗവൺമെന്റ് ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളിലാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊതുവർഗീയവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വഖഫ് ബില്ല് കൊണ്ടുവന്നത് എന്നുള്ള കാരണം. അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് വഖഫ് ബില്ല്, പക്ഷെ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള ആക്രമണമാണ്.